ചില സിനിമകൾ കിട്ടിയത് ഞാൻ ചില സിനിമകൾ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമ ഖലീഫയാണ്. അദ്ദേഹം സിനിമയിൽ എന്തും ചെയ്ത് അദ്ദേഹം ജീവിക്കും. ഡയറക്ഷനാണെങ്കിലും whatever അദ്ദേഹം എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഓരോ സിനിമയ്ക്ക് വേണ്ടി ശബ്ദം പോലും അദ്ദേഹം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് വോയിസ് തന്നെ വേറെയാണ്. അപ്പം അങ്ങനെ രണ്ട് സിനിമകൾ അടുപ്പിച്ചിരുന്ന് കണ്ടാണ് വടക്കൻ വീരാതയും അമരവും. ഒരു കാമുകിയെ നമ്മൾ പ്രണയം അഭ്യർത്ഥിച്ച് അവർ വീഴ്ത്താൻ വേണ്ടി പോകുന്ന പോലെയാണ് എന്നിട്ട് അവര് തമ്മിൽ ഭയങ്കര കമ്പനിയാവുന്നു ജയിലിൽ വെച്ചിട്ട്. ഡാൻസിൽ പോലും ആ ഈഗോ വരുന്നുണ്ട്. ആണല്ലേ, അതെനിക്ക് ഡാൻസ് അധികം അറിയാത്തതായി. ഈ ഫാഷൻ സെൻസ് സിനിമയിൽ വന്നതിന് ശേഷം സിനിമയുടെ ആവശ്യത്തിനായിട്ട് അതിനെ പഠിച്ചെടുത്ത് അങ്ങനെയാണോ കുട്ടിക്കാലം മുതലേ? ഭയങ്കര പേടി സത്യം പറഞ്ഞാണ്. എന്നിട്ട് ഇതിന്റെ വിലയും പറയും. ഞാനാണെങ്കിൽ എല്ലാം ഇപ്പോൾ 100 രൂപ കിട്ടുന്ന സാധനം ഞാൻ വാങ്ങിക്കും. നമ്മൾ ഈ നല്ല ആക്ടേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഖലീഫ ചെയ്തപ്പോൾ ഇപ്പോൾ രാജുവേട്ടനെ വിളിച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു എനർജി ഉണ്ട്, അത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. 1000 ബേബീസിൻ്റെ അടുത്ത സീസണൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പം അത് രണ്ടും ഭയങ്കര രസമുള്ളൊരു. പക്ഷേ ആള് തട്ടിപ്പോയല്ലോ. അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഞാനും തട്ടിപ്പോയി, ഞാൻ സംഭവിച്ചിട്ടില്ല. ഫഹദിന്റെ റിയാക്ഷനെ കുറിച്ച് എന്താ തോന്നിയിട്ട്? ഭയങ്കര രസമാണ്. ഹിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് അന്നാണ്. നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് 4ാമത് നാഷണൽ അവാർഡ് കിട്ടുന്നത്. 100% കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയും 100% ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഈ 100% അപ്പുറം നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. സംശയം നടത്തുന്ന പരീക്ഷണങ്ങളിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ആ പരീക്ഷണത്തിൽ ഭാഗമാണ്. പക്ഷെ ഒന്നും മഴ പെയ്താൽ ഓടി വരും ആരെങ്കിലും കൂടെയായിട്ട്. കാരണം എൻ്റെ മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ എൻ്റെ ഷർട്ടിലറിയും, അടുത്ത ഷോർട്ടിലറിയും. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വലിയ സംഭവമായിട്ട് കഴിഞ്ഞ സിനിമകളെ പോലും എനിക്ക് തൃപ്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് പുറകോട്ട് പോകേണ്ട കാര്യമുണ്ട്. ഭയങ്കര മോശം സിനിമ, പക്ഷെ നല്ല പൈസ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വെച്ചും എന്നാലും അത് അവിടെ ഒരു ടൈൻ്റായിട്ട് കിടക്കും. പൈസ ഇങ്ങനെ തീർന്നു, മറ്റേതവിടെ പേരവിടെ നിൽക്കും. ഹലോ, ഷോസ്കേപ്പിൽ ഇന്ന് സഞ്ജു ശിവറാം. ഹലോ സഞ്ജു. ഹായ്. സഞ്ജു, ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. കരിയറിൻ്റെ 14 വർഷത്തിൽ ആദ്യമായി അവാർഡ്, അതും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡാണ് കിട്ടുന്നത് അല്ലേ? ഇന്ത്യൻ സ്ട്രീമിംഗ് അവാർഡ് 4.5 ഗാങ് സീരീസിന്. ഞാൻ ആ സീരീസ് കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു സീരീസ്. പൊതുവെ അങ്ങനെ ഗാങ്സ്റ്റർ പടമൊന്നും അങ്ങനെ കാണാത്ത ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ, പിന്നെ കൃഷാന്താണല്ലോ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പലതരത്തിലുള്ള ചിന്തകളും ഇമോഷൻസൊക്കെ നമ്മളെ മൈൻഡിലൂടെ പോകുമല്ലോ. അത് അവാർഡ് തരുന്ന ഒരു കോൺഫിഡൻസ് ആണോ, അതോ അതിലൊരു എന്തെങ്കിലും രീതിയിൽ ഒരു എക്സ്ട്രാ പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഇനി ഞാൻ സെലക്ട് ചെയ്യേണ്ട റോളുകൾ എങ്ങനെയുള്ള റോളുകളായിരിക്കണം. കാരണം ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡല്ല, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡാണ് സഞ്ജുവിന് കിട്ടിയത്. അപ്പോൾ അതെന്താണ് അവാർഡ് തരുന്ന ഒരു മൈൻഡിൽ ഓടുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഏത് കാറ്റഗറി ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര വാലിഡേഷനാണ്. ആൻഡ് അത് ഈ പറഞ്ഞ ഉത്തരവാദിത്വം വരാൻ വേണ്ടി നമുക്കത് കിട്ടണമെന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും ഫീഡ്ബാക്സും തന്നെ നമുക്കൊരു അഭിപ്രായമാണ്. നമ്മൾ ചെയ്യുന്നൊരു സിനിമ വർക്കാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്പീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ വരുമ്പോഴും നമുക്കിതേ ടെൻഷൻസ് വരാം. ഇപ്പോൾ 1000 ബേബീസ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ റോഷാക്ക് ചെയ്തപ്പോഴോ 4 രസംഗം ചെയ്തപ്പോഴോ ഒക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. ആ ഒരു ഫീഡ്ബാക്കും അഭിപ്രായം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു നല്ല വാക്കുകൾ പല സ്ഥലത്തും നമുക്ക് കേൾക്കാം. അപ്പം നമുക്കൊരു ഉത്തരവാദിത്തമാണ്. ഈ അവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു നമുക്ക് കിട്ടുന്നൊരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ, അതൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചുറ്റും കൂടിയിരുന്ന് നമ്മളൊന്ന് അനുമോദിക്കുക അല്ലെങ്കിൽ അതിനെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത്രയും വലിയൊരു ഇവൻ്റായിട്ടൊരു സ്ഥലത്ത് നടത്തുന്നു, ഇത്രയും നാളത്തെ പ്രോസസ്സായിട്ട് അവരതിനെ മോണിറ്റർ ചെയ്യുന്നു. അതിൽ വന്നിരിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ഇത്ര വ്യക്തികൾ വരുന്നു, അതിന് ഇത്രയും എക്സ്പെൻസ് ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ഇവൻ്റായിട്ടും കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കൊരു ഒരു സീറ്റ് കിട്ടുകയാണ്, നിങ്ങളെ അംഗീകരിക്കുകയാണ് അവിടെ വെച്ചിട്ട്. അതിനൊരു ഭയങ്കര വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ നമ്മൾ ഒരു ചെറിയൊരു നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സിനിമ ചെയ്താൽ നമുക്കൊരു അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ചിലപ്പോൾ സ്വീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്ത നമ്മുടെ ആ സർക്കിൾ തന്നെ നമ്മൾ പലപ്പോഴും സക്സസ് സെലിബ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റോ പോലെയൊക്കെ അത്. പക്ഷെ അതുപോലെയല്ല, നമ്മളൊരു നല്ല നടനാണെന്ന് അംഗീകരിക്കപ്പെടുന്നു. അതും ഒരുപാട് പേര് അവിടെ എൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾക്കാർ, ഇപ്പോൾ മനോജ് വാജ്പേയി, നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആക്ടേഴ്സ്. ബോമൻ ഇറാനി, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ബോമൻ ഇറാനി. എല്ലാ സിനിമകളിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കര, അദ്ദേഹത്തെ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഡ്സ് പോലും എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രസൻസിൽ നമുക്കത് കിട്ടുക, അവർ നിങ്ങളെ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ പല അവാർഡുകൾ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയ സന്തോഷം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് അന്നാണ് നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് 4ാമത് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ 14 വർഷം കഴിഞ്ഞുള്ള അവാർഡ്, മമ്മൂക്കയുടെ 4ാമത്തെ അവാർഡ്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് ആ ദിവസം തന്നെ മമ്മൂട്ടിയും സഞ്ജുവും തമ്മിൽ നല്ലൊരു റാപ്പും കൂടെ ഉണ്ടല്ലോ. അത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിലും. നമുക്കൊരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ആക്ടറാണ് അദ്ദേഹം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞില്ല, അത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനത് തുടക്കം വന്ന സമയത്ത് നമ്മളിങ്ങനെയൊന്നുമല്ല. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് അദ്ദേഹം അതിന് എഫേർട്ട് എടുക്കുകയും ഒരുപാട് ഈസി അല്ല കേക്ക് വാക്കായിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ചെയ്യാതെ വളരെ ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്താണ് ചെയ്തത്. അപ്പോൾ എനിക്കൊക്കെ തോന്നുന്നു വെച്ചാൽ നമുക്കതുപോലെ എഫേർട്ട് എടുക്കണം. അത്തരത്തിൽ മമ്മൂക്ക ഇപ്പം ഈ പ്രമേയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുഷ് ചെയ്ത് വന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഓർമ്മയിൽ വരികയാണെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത മമ്മൂക്കയുടെ ഒരു റോള് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഒരു പർട്ടിക്കുലർ സിനിമയുടെ സീൻ പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇത് തോന്നിയിട്ടുള്ളത് എനിക്ക് തനിയാവർത്തനം വല്ലാത്തൊരു സിനിമയാണ് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്തൊരു ആൾ പറഞ്ഞിട്ട്, ഞാൻ ഒരേ ദിവസം ഇരുന്നിട്ട് മമ്മൂക്ക ഈ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ശബ്ദം പോലും അദ്ദേഹം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ശബ്ദം മാറ്റി, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയിൽ ഒരു വോയിസ് തന്നെ വേറെയാണ്. അപ്പം അങ്ങനെ 2 സിനിമകൾ അടുപ്പിച്ചിരുന്ന് കണ്ടാണ് വടക്കൻ വീരഗാഥയും അമരവും തമ്മിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ട് അതിനകത്ത് ശബ്ദത്തിൽ പോലുമുള്ള വ്യത്യാസവും. അതെനിക്ക് ഭയങ്കര രസമായിരുന്നു. ഈ സിനിമകൾ ഇപ്പോൾ തനിയാവർത്തനം നോക്കി ഞാൻ കാണാതിരിക്കാൻ ശ്രമിച്ചിട്ടുള്ള സിനിമകളാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് ഭയങ്കര പെയിനാണ്. അപ്പോൾ പക്ഷെ അത് എന്തൊരു പെർഫോമൻസ്, നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യണമെങ്കിൽ അദ്ദേഹം അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ എഫേർട്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അതേപോലെ തന്നെ ചില ഇപ്പം കാഴ്ചയിലൊക്കെ ചില ന്യൂവാൻസസ് ഉണ്ട്. അദ്ദേഹം ആ കോടതി വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നിട്ട് പെട്ടെന്ന് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്ന ഇതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മളത് അത് അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 4.5 തന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പം സഞ്ജുവിൻ്റെ എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ ഇപ്പം ലൗഡായിട്ടുള്ള ഒരു പെർഫോമൻസിൽ തന്നെ ഒരു സട്ടിലിറ്റി ഉണ്ട്. ആ ഒരു സട്ടിലിറ്റിക്ക് നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു അടുപ്പം തോന്നുന്നൊരു സട്ടിലിറ്റി, അങ്ങനെ തരത്തിലൊരു പെർഫോമൻസാണ്. ഇപ്പോൾ ഒരു ഗാങ്സ്റ്റർ ആണെങ്കിലും ബഹളം വയ്ക്കാത്ത വളരെ സട്ടിലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആ സട്ടിലിറ്റി ആ കണ്ണിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സീനിലാണ് ഓക്കെ, ഞാൻ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഈ പർട്ടിക്കുലർ സീനിൽ എൻ്റെ പെർഫോമൻസ് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി, ഇതിന് ഞാൻ അവാർഡിന് അർഹനാണ് എന്ന് തോന്നുന്നൊരു പർട്ടിക്കുലർ സീൻ കാണൂല്ലേ? അങ്ങനെ തോന്നിയൊരു സീൻ എടുത്തു പറയുകയാണെങ്കിൽ ഏതായിരിക്കും? 4 സംഘത്തിൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സീനുകൾ ഞാൻ ഇപ്പോഴത്തെ കൃഷ്ണാന്തനോട് പറയുന്നത്, എനിക്ക് 4 സംഘത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ ഇയാളൊരു 3ാമത്തെ എപ്പിസോഡ് അയാളൊരു പൂവിൻ്റെ ബിസിനസ് തുടങ്ങി, അയാൾ സക്സസ്ഫുള്ളായി ഭയങ്കര സംഭവമായിട്ട് അങ്ങനെ വരുന്നത്. അവിടെയാണ് ഇയാൾക്ക് കുറച്ചുകൂടിയും ഒരു ഓറ അല്ലെങ്കിൽ അതൊക്കെ ഉള്ളത്. അപ്പോൾ അതായിരുന്നു എനിക്ക് കൂടുതൽ. പക്ഷേ എനിക്ക് ഓഫ് ലൈറ്റ് എനിക്ക് പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ കൃഷ്ണനോട് പറയുന്നത്, പക്ഷേ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയിലിലെ പോർഷനാണ്. ഞാൻ ഇന്ദ്രൻ സേട്ടനുമായിട്ടുള്ള പോർഷനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്തെ പെർഫോമൻസ്. അവിടുന്ന് പിന്നീട് ജയിലിലാണ് ആ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സീനുണ്ട്, ഞങ്ങൾ ബാത്റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ക്ലൈമാക്സിൽ ഉള്ള മണിയൻ്റെ മരണം അതെനിക്ക് ഭയങ്കര, അപ്പോൾ ദർശനെ നോക്കുന്നൊരു നോട്ടം. അതെ, അതെനിക്ക് ഭയങ്കര എനിക്കത് ഓർമ്മയുണ്ട്, ഞാൻ ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഏരിയാസ് ഉണ്ട് നമ്മളിങ്ങനെ ഓർക്കുന്ന ചില മൊമെന്റ്സ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളതാണ്. എന്നാൽ ഒരുപാട് കുറവുകൾ തോന്നുന്ന ഏരിയാസും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതും ഉണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും തോന്നുന്നത്, കാരണം നമ്മൾ ഇപ്പം 100% കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയും 100% ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ 100% അപ്പുറം നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്, ഇത്തിരി ടയേർഡാണ്, ഇത്തിരി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും ചില സ്ഥലത്ത്, അയ്യോ അത് ശരിയായില്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ അതിന് ഉപരി ഇങ്ങനെ ചില മൊമെന്റ്സ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ലോറിയിൽ ഞാനും മണീനും കൂടി പോകുന്നൊരു സീനുണ്ട്. അതിൽ കുറേ ഡയലോഗ്സ് ഇംപ്രൂവൈസ്ഡ് ആണ്. പക്ഷെ അത്
അത്ര ഇല്ല സീൻ. അപ്പോൾ അത് പറഞ്ഞങ്ങ് പോയതാണ്. അപ്പം ആ പറഞ്ഞ് പോയപ്പോൾ കുറേ നല്ല ഡയലോഗുകളൊക്കെ അതിൽ വന്നു. അത് അപ്പോൾ അത് കൃഷ്ണാന്ത് എന്നോട് പറയുകയും ചെയ്തു. അത് ഭയങ്കര നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതങ്ങനെ നമുക്ക് ആ ഫ്ലോയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരും നമുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആക്ഷൻ ചെയ്യുമ്പോൾ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് ഇമോഷൻസും ചിലപ്പോൾ പറയേണ്ടി വരും, ഇമോഷണായിട്ടുള്ള ഡയലോഗ് കൺവേ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ ആക്ഷൻ ചെയ്ത് ഫൈറ്റ് ചെയ്തതുപോലെ നമ്മൾ ടയേർഡ് ആകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഡയലോഗ് ഡെലിവറി അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ബാധിക്കും, പക്ഷെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ വേറൊരു എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ കൂടുതലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളാണ്. കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ആണെങ്കിലും അതിനകത്ത് ഇതുണ്ട്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വേദനയുണ്ട്, ഇയാൾക്ക് വേദന എടുക്കാതിരിക്കുന്നില്ല, ഇയാൾ ഒരുപാട് പേര് ഇടിച്ചു തെറിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഫൈറ്റുകൾ ചെയ്യാത്തിടത്തോളം നമുക്ക് ഈ പറയുന്ന പോലെ ആ വേദന എനിക്ക് കാണിക്കാം, ആ ടയർഡ്നെസ് എനിക്ക് ചിലപ്പോൾ അതിന് ഗുണപരമായി വരും, ഡയലോഗ് ഡെലിവറിക്കും ഗുണകരമാണ്. ഇപ്പം നമ്മൾ നാലരസംഘത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിലേക്കുള്ള വെച്ചാൽ ഒരു 4-5 ദിവസം നമ്മൾ എൻ്റയർ നൈറ്റ് പോയി ഭയങ്കര ടയർഡായിരുന്നു. എനിക്ക് അന്നേരം ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 10 മിനിറ്റ് 20 മിനിറ്റിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെയും ഒരു 5 മിനിറ്റ് ഇരിക്കും, പിന്നെയും വരും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നത് ഹോൾ നൈറ്റ്. അല്ലെങ്കിൽ പകൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് വൈകുന്നേരം 1 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട്, അതായത് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് പോകും, ദെൻ വരും ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കും, എന്നിട്ട് ഷൂട്ടിന് വരും. അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് ആ ടയർഡ്നെസ് ആ കഥാപാത്രത്തിന് ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ വേറൊരു തരത്തിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് ചലഞ്ച്. നമ്മളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്തുക, നമ്മൾ ടയേർഡ് ആകുമ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക, നമ്മളത് ബോധേഡ് ആവാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ചലഞ്ച്. എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സ്നേഹവും കരുതലും ഒക്കെ കിട്ടുന്നത് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ തെറ്റായ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ആക്ടേഴ്സിന് ക്യാരവാൻ കൊടുക്കുന്നോ, കൊട കൊടുക്കുന്നോ, അല്ലെങ്കിൽ വളരെ നല്ല നല്ല ഫെസിലിറ്റീസും അവർ കംഫർട്ട് ആയിരുന്നാലും അവർക്ക് നല്ല പെർഫോമൻസ് വരുള്ളൂ. അവരുടെ നല്ല അത് സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങൾ ടയർഡായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ കൊടുക്കുകയാണ്. അപ്പം രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഭയങ്കര ഫ്രഷായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്ന ഫോട്ടോയും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് 4 മണിക്ക് എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ആളാണ്, ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്, ഒരേ ലൈറ്റപ്പ് ആയിരിക്കും. പക്ഷെ ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ ശരീരവും അതിൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കുന്നത്. അത് 2 തരത്തിലും മറ്റുള്ളവരെടുക്കുന്ന അവന്മാർക്ക് സുഖമാണ്, അങ്ങനെയല്ല. ഇത് അവരതിൽ ഫോക്കസ്ഡ് ആയിരിക്കാനും ആ പ്രോഡക്റ്റിന് നമുക്ക് ആവശ്യമുണ്ട്, ആ പ്രോഡക്റ്റിൻ്റെ ബെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. സോ വിൽ പാമ്പർ ദം. അത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പം ആക്ടേഴ്സും വിചാരിക്കേണ്ടത് ഇത് ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, ബിക്കോസ് ഇറ്റ് ഇസ് റിക്വയർഡ്. ഒരു നമ്മൾ ആദ്യ സിനിമ വരുന്ന സമയത്ത് ഒന്നും മഴ പെയ്ത് കഴിഞ്ഞുള്ളൂ, ആരെങ്കിലും അന്ന് നമുക്ക് കുട ഒന്നുമില്ല, അങ്ങനെ ആരുമില്ല. പക്ഷെ ഒന്നും മഴ പെയ്താൽ ഓടി വരും ആരെങ്കിലും കുടയായിട്ട്. കാരണം എൻ്റെ മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ എൻ്റെ ഷർട്ടിലറിയും, അടുത്ത ഷോർട്ടിലറിയും. അതുകൊണ്ട് മാത്രമല്ല, അത് നമ്മൾ വലിയ സംഭവമായിട്ടൊന്നുമല്ല. സോ അത് രണ്ട് കൂട്ടരും തിരിച്ചറിയാൻ അടിപൊളിയാണ്. ചിലപ്പോൾ അതിനെ തെറ്റായ രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാം, 2 പേർക്കും വ്യാഖ്യാനിക്കാം. അവർക്ക് ഭയങ്കര സുഖമാണ്, ഒരിക്കലും അങ്ങനെ ഭയങ്കര സുഖമുള്ള കാര്യമൊന്നുമല്ല. അതിൻ്റെതായ എഫേർട്ട്, ഞാൻ പറഞ്ഞ ആ സുഖം നമുക്ക്, ആ ബുദ്ധിമുട്ട് നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് അതിനേക്കാൾ ഏറെ ഇഷ്ടമാണ്, ആ പ്രോസസ്സ് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ മറ്റുള്ളവർ ഇപ്പം അല്ലാതെ നമ്മൾ ഇത് ഞാൻ വലിയ ആളായതുകൊണ്ടാണെന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഇനി സെലക്ട് ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ആക്ടർ അരുൺ ചെറുകാവിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അതായത് സപ്പോർട്ടിങ് ആക്ടർ ആണെങ്കിൽ നമുക്ക് സിനിമകൾ ഒഴിവാക്കാൻ പറ്റില്ല, വരുന്ന സിനിമകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രിവിലേജ് ഉള്ള വളരെ ചുരുക്കം ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു നല്ലൊരു വെബ് സീരീസിൽ അവാർഡ് കിട്ടിയൊരു വെബ് സീരീസിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടുന്നു, ലൈനപ്പിൽ ഖലീഫ പോലത്തുള്ള വമ്പൻ സിനിമകളുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇനി വരുന്ന ക്യാരക്ടേഴ്സിന് സെലക്റ്റീവ് ആയിരിക്കുമോ? ഇനി ചെയ്ത പല റിപ്പീറ്റ് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് കാണല്ലോ, അതിനിപ്പോൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരുമോ? ഇനിയുള്ള ക്യാരക്ടേഴ്സ് സെലക്റ്റീവ് ആവാൻ അങ്ങനെ എന്തായിരിക്കും ഇനി? എനിക്കൊന്ന് ഞാൻ തുടക്കകാലം മുതലേ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വരുന്നതിൽ ഇപ്പം അതൊരു പ്രിവിലേജ് ഇല്ല, പക്ഷേ നമ്മുടെ ചോയ്സാണത്. പ്രിവിലേജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിവിലേജ് അപ്പോൾ ഇല്ല, പ്രിവിലേജ് എന്തായാലും ഇല്ല. അത് പ്രിവിലേജ് ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും നമുക്കറിയില്ല. കാരണം ഒഴിവാക്കാൻ അത്ര എളുപ്പമല്ല.
കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായതിനു ശേഷം തന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം അങ്ങനെ സിനിമകൾ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനത്തെ ചെയ്യാതിരുന്നിട്ടുണ്ടെന്നല്ല. എൻ്റെ റിസ്ക് എലമെൻറ്റ് കുറവായിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ചെറിയ ഒരു 4-5 സീനേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സീനുള്ളൂ. എന്നെ വലുതായിട്ട് അത് ബാധിക്കില്ല, എൻ്റെ പെർഫോമൻസ് ബാധിക്കും. എനിക്ക് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. സിനിമ മോശമല്ല, എന്നെ ആൾക്കാർ തെറി വിളിക്കില്ല, അയാൾ ഭയങ്കര മോശമെന്ന് പറയാത്ത തരത്തിലുള്ള ആണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പലതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് സിനിമകൾ കുറഞ്ഞപ്പോൾ ഞാൻ നല്ലത് നോക്കിയേ ചെയ്യാറുള്ളൂ. അപ്പം അതിനകത്ത് പൊട്ടിയ സിനിമകളുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇതാണോ നീ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വന്നതിൽ ഏറ്റവും നല്ലതാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാൻ പറയും എനിക്ക് 10 സിനിമ വന്നതിൽ ഞാൻ 2 അല്ല 3 ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് പറയാനും എനിക്ക് പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല. എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് യെസ് പറയാമായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഒഴിവാക്കിയ സിനിമകൾ അത് എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? കാരണം ഇതുപോലെ സ്ക്രീൻ സ്പേസ് കുറവായിട്ടാണോ, അതോ കഥാപാത്രത്തിനൊരു ഡെപ്ത് ഇല്ല, ഒരു കാമ്പില്ല, ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ടാണോ? ചെയ്യാനൊന്നുമില്ലാത്ത മാത്രമല്ല, ചിലപ്പോൾ ആ സിനിമ എനിക്ക് പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു സിനിമ ആയിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ട് എനിക്കൊരു സിനിമ ചെയ്തുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ഒന്നുകിൽ എനിക്ക് സാമ്പത്തികം മാത്രമല്ലല്ലേ? ഒരിക്കലും അല്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സാമ്പത്തികം കിട്ടിയിട്ട് നമ്മൾ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടവും മോശം പേരും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവണം. ഇനിയും ഭയങ്കര ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഡിസ്ട്രക്ഷനെ കവർ ചെയ്യുന്ന എന്ത് വെച്ച് കവർ ചെയ്യും? ഭയങ്കര മോശം സിനിമ, പക്ഷെ നല്ല പൈസ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വെച്ചും എന്നാലും അത് അവിടെ ഒരു ടൈൻ്റായിട്ട് കിടക്കും. പൈസ എങ്കിൽ തീർന്നു പോകും, മറ്റേതവിടെ പേരവിടെ നിൽക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചില സിനിമകൾ കിട്ടിയത് ഞാൻ ചില സിനിമകൾ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ചില സിനിമകളിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ചില സിനിമകൾ എനിക്ക് കിട്ടിയതോ അല്ലെ എന്നെ ആ സിനിമകൾക്ക് വിളിച്ചത് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യാതിരുന്നുകൊണ്ടാണ്. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ ഇന്ന് വരെ ഞാൻ വിട്ടുകളഞ്ഞ സിനിമകളിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം അത് നമുക്ക് പിന്നീട് അറിയാം ആ സിനിമയുടെ ഭാവി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമ നടക്കാതെ പോയ സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ സംഭവിച്ചൊന്നുമില്ല. ഇനി അങ്ങോട്ടാണെങ്കിലും ഈ പറയുന്ന പോലെ ശ്രദ്ധാപൂർവം തന്നെ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ അബദ്ധങ്ങൾ പറ്റാം. അപ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് അങ്ങനെ വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ യെസ് പറയുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ തിരക്കഥയ്ക്കായിരിക്കും ഞാൻ യെസ് പറയുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടറിനായിരിക്കും ഞാൻ യെസ് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്കായിരിക്കാം, അല്ലെങ്കിൽ റൈറ്ററിനായിരിക്കാം, അല്ലെങ്കിൽ ദ ഹോൾ ക്രൂവിനായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഫുൾ പ്രൂഫ് ഇതെടുക്കാൻ പറ്റില്ല. ആൻഡ് 100 സിനിമ ചെയ്യുമ്പോൾ ഒരു 10% കൂടുതൽ സിനിമകൾ വിജയിക്കാറില്ല. അപ്പോൾ എൻ്റെ കരിയറിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു 10% കൂടുതൽ സിനിമകൾ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനേക്കാളും ബെറ്റർ അല്ലേ? ഞാൻ അങ്ങനെ ഉണ്ടാവും പറയുന്നത്. അങ്ങനെ കാണുള്ളൂ. ഇപ്പോൾ കൃഷാന്തിൻ്റെ റഡാറിൽ പതിഞ്ഞൊരു നടനാണ് താങ്കൾ. കാരണം കൃഷാന്തിൻ്റെ എല്ലാ സിനിമകളും നമ്മൾ കാണുന്ന ചില ആക്ടേഴ്സ് കാണും. അപ്പോൾ നമുക്ക് കൃഷാന്തിൻ്റെ പടമാണെങ്കിൽ നമുക്കിപ്പോൾ ഉറപ്പാണ് ആ ആക്ടർ കാണും, ഈ ആൾ കാണും എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ കൃഷാന്തിൻ്റെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഫിലിംസാണ്. എന്നാൽ വളരെയധികം ലിമിറ്റഡ് റിസോഴ്സസിനുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ അംബീഷ്യസ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാം എടുക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഭാഗമാകുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സഞ്ജുവിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. കാരണം ഈ ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്നാണ് ഡയറക്ടർ ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ഇപ്പം കൃഷാന്തിൻ്റെ കൃഷാന്ത് ഒരു ക്രേസിലി ക്രിയേറ്റീവായിട്ടൊരു മനുഷ്യനാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. അത്രയും ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഈസ് ക്രിയേറ്റീവ്. അയാൾ വേറെ തരത്തിൽ ചിന്തിക്കുന്നു, വേറെ തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൃഷാന്ത് നമ്മൾ ആക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ അടുത്ത് ഈ ഇമോഷൻ ഇതിങ്ങനെ കാണിക്കൂ, അതങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം ഒരു നറേറ്റീവ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൻ്റെ കഥയെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ സെറ്റിലുള്ള ഒരു പ്രോപ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഇതുമെല്ലാം അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിനെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്കിൽ പോയി വീഴുന്നതായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇപ്പം ഉദാഹരണം പുരുഷപ്രയം എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു 2 സീൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോയി ചെയ്തത് അത് പ്രശാന്ത് അലക്സാണ്ടറൊക്കെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അപ്പോൾ എനിക്ക് കഥാപാത്രമില്ല. അപ്പോൾ എന്നെ ഒരു പർട്ടിക്കുലർ ഡേ എന്നെ വിളിച്ച് പറയുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും
പക്ഷേ നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, കാരണം നമ്മൾ 4.5 സംഘം ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളൊരു ചെറിയ പരിപാടി എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഇത് നിങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വന്ന് ചെയ്യാം എന്ന് പറയുകയും പിറ്റേ ദിവസം ഞാൻ ചെല്ലുകയും എനിക്ക് ആ സീൻ തരിക. അപ്പം അതിന് ഈ എൻ്റെ മീശയൊക്കെ വേറൊരു രൂപത്തിലാക്കുകയും അപ്പോൾ അതിനുവേണ്ടി കുറേ സമയം എടുക്കുകയും എനിക്കൊരു ലെൻസ് വയ്ക്കുക. അപ്പോൾ ഈ സമയം കുറേ എടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ സീനിലേക്ക് ചെല്ലുമ്പോഴേ നമ്മൾ എന്താ സീൻ എന്താണ് അപ്പോൾ സീൻ എനിക്ക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരുന്നു, അതിൻ്റെ ഡയലോഗ് തരുന്നു. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ, അപ്പോൾ ആ സീന് തൊട്ട് മുമ്പാണ് എനിക്ക് ഡയലോഗ് പോലും തരികയും ഞാൻ അതിലേക്ക് പ്രിപ്പയർഡ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണത്, അപ്പോൾ അത് പിന്നീട് നന്നായി വരികയും ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് നന്നായി വന്നത്? അപ്പോൾ അതിനകത്ത് അയാൾ തന്നൊരു ആ ഒരു സറൗണ്ടിങ്സ് ഉണ്ട്, ഇപ്പം അയാൾ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം അതിലെങ്ങനെയോ അത് ശരിയാണ്. അപ്പം നമ്മൾ അന്നേരമാണ് ആ പറഞ്ഞ ഒരു മലയാളി അല്ലാത്ത ഒരാളായിരിക്കാം, അതുകൊണ്ട് അങ്ങനെ ഒരു മലയാളം അറിയാത്തതിൻ്റെ ഒരു സ്ലാങ് ഉണ്ടായിരിക്കാം, ഒരു മലയാളത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്നേരം ചിന്തിച്ച് അന്നേരമാണത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും വലിയ സമയത്തിനുള്ളിൽ ചെയ്യുന്നതല്ല. അതൊരു അതിൻ്റെ ആദ്യത്തെ സീൻ നമ്മളൊരു അരമണിക്കൂറിൽ ആ സീൻ തീർന്നു. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിലൊരു മാജിക് ഉണ്ട്. അത് ചില ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു മാജിക്, അവർ എഴുതിയിരിക്കുന്ന ശൈലിയിൽ, അവർ പ്രസൻറ്റ് ചെയ്യുന്ന ശൈലിയിൽ, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. കൃഷാന്തനൊക്കെ അങ്ങനെ ഒരു ശൈലിയും അങ്ങനെ ഒരു മാജിക്കും എപ്പോഴും ഉള്ള ഒരാളാണ്. അപ്പോൾ കൃഷാന്തൻ്റെ സിനിമകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃഷാന്ത് തന്നെ പറയും, ഞാൻ ഈ അങ്ങനെ ക്യാരക്ടർ ചെയ്തൊരു കാര്യമൊന്നുമില്ല, അത് ചെയ്യേണ്ട, അതൊരു കാര്യമില്ല. അങ്ങനെ സജഷൻസ് ചോദിക്കാറുണ്ട് ഈ കഥാപാത്രങ്ങളും? അത് കൃഷാന്തൻ സിനിമയല്ല, മറ്റ് സിനിമകളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനൊരു പരിപാടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃഷാന്തിന് ചില വ്യൂ പോയിന്റ്സ് പറയും. അതിങ്ങനെ ഒരു ഏരിയ, അത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് നല്ലതാണ് എന്നൊക്കെ. അങ്ങനത്തെ ഒരു തിങ്ക് ടാങ്ക് ആണല്ലോ. അപ്പോൾ നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ സജഷൻ ചോദിക്കുമ്പോൾ അയാളത് പറയും. അല്ലെങ്കിൽ ചില സിനിമകൾ ചെയ്ത് അത് മോശമാണെങ്കിൽ അത് അയാൾ പറയും, നല്ലതാണെങ്കിൽ പറയും. അപ്പോൾ ഇപ്പോൾ കൃഷാന്തനെ പോലുള്ള ഫിലിം മേക്കേഴ്സിന് ഇപ്പം എല്ലാത്തിലും ഒരു പരീക്ഷണം ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ അവരുടെ അറ്റംപ്റ്റ്സ് ആണ്, എല്ലാം ഒരു അറ്റംപ്റ്റാണ് നടത്തുന്നത്. ആ അറ്റംപ്റ്റിൽ നമ്മൾ കൊല്ലപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ കൃഷാന്തൻ്റെ ഫിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയം റിയലിസ്റ്റിക് ആണ്, അതേസമയം കുറച്ചൊക്കെ ഒരു അബ്സഡിറ്റി ഉണ്ട്. ആ റിയലിസ്റ്റിക്കും അബ്സഡിറ്റിയും തമ്മിലൊരു ആ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്ലറായിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഈ ഒരു ബ്ലറായിട്ടുള്ള ലൈനിൽ നിന്ന് നേരത്തെ ഒരു ഇമോഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കറക്റ്റ് ഇമോഷണൽ പിച്ച് കൊടുക്കേണ്ട ചില സംഭവങ്ങൾ കാണുമല്ലോ. ഇവിടെ ഞാൻ എങ്ങനെ, കാരണം ഇത് അബ്സേർഡായിട്ടുള്ളൊരു സീനാണ്, എന്നാൽ ഇമോഷൻസ് വേണോ, നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഇമോഷണൽ പിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് അതിനെ വർക്കൗട്ട് ചെയ്യുന്നത്? അത് നറേറ്റ് ചെയ്യുന്ന രീതി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സീൻ, ഇതിങ്ങനെയാണ്. അപ്പം ഉദാഹരണത്തിന് ഞാനും അച്ഛനുമായിട്ടുള്ള സീൻ, ആ ഒരു സീനുണ്ട്. അപ്പം അച്ഛൻ ഇപ്പം അത് ഭയങ്കര ഡയലോഗ് പറയുമ്പോൾ അത് ഭയങ്കര കോമഡി, അങ്ങനെ ഒരു തമാശ പോലെ നമ്മൾ പറയാൻ പറ്റുമോ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അച്ഛൻ കോടീശ്വരനാണ്, ഞാൻ കോടീശ്വരനാണ്. അച്ഛൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ജയിലിലായി, ഞാനും ജയിലിലായി. അങ്ങനെ പൊതുവെ ആൾക്കാർ നെപ്പോട്ടിസം എന്നൊക്കെയാണ് പറയണത്. ഇതാണ് അങ്ങനെ പറയും, വളരെ ഒരു ഗൗരവമില്ലാത്ത സാധനം. പക്ഷെ അതിനൊരു ഇമോഷൻ ഉണ്ട്, അത് പറയുന്നത്. അതെ. അപ്പോൾ അത് ഭയങ്കര രസം. അപ്പം ഈ നെപ്പോട്ടിസം എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രൻസിൻ്റെ റിയാക്ഷനൊക്കെ ഉണ്ട്. അതൊരു ഒറ്റ ഷോട്ടിൽ പോയൊരു സാധനമാണ്. അപ്പം അതൊക്കെ ഭയങ്കര ആ റൈറ്റിങ്ങിലും അത് വായിക്കുമ്പോഴും നമ്മൾ അത് അവതരിപ്പിക്കുന്ന രീതിയിലും ഒക്കെ നമുക്കതുണ്ട്. ഇപ്പം ഞാനും അച്ഛനും തമ്മിൽ ജയിലിൽ കാണുന്നു, ഞങ്ങൾ ജയിലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനെ പലപ്പോഴും അപ്രോച്ച് ചെയ്യാൻ നോക്കുന്നത്, അച്ഛൻ്റെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ എനിക്കത് വിഷമമാവുന്നു, പിന്നെ ഞാൻ പുറകെ കിടക്കുന്നു. അപ്പോൾ അവർ തമ്മിലൊരു എന്താ പറയുന്ന നമ്മളൊരു കാമുകിയെ നമ്മൾ പ്രണയം അഭ്യർത്ഥിച്ച് അവർ വീഴ്ത്താൻ വേണ്ടി പോകുന്ന പോലെയാണ് ഈ എന്നിട്ട് അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാവുന്നു ജയിലിൽ വെച്ചിട്ട്. എന്നിട്ട് അവർ ഒരുപാട് വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് അമ്മ മിസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ നെറേറ്റീവിൽ അങ്ങനെ ഒരു സ്പൂഫിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ആ ഒരു നെറേറ്റീവിൽ നമുക്ക് കിട്ടുകയും, പിന്നെ ഇങ്ങനത്തെ അബ്സേർഡായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴേ നമ്മൾ റെഗുലർ അല്ലാതെ വേറൊരു തരത്തിൽ പ്രസൻറ്റ് ചെയ്യാനും നമുക്കും പറ്റും. എല്ലാമെങ്കിലും എല്ലാം ഒരുപോലെ ഇരിക്കില്ലേ. അപ്പം അങ്ങനെ വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാരോട് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഇത് കിട്ടുകയും, എനിക്ക് അതേപോലെ തന്നെ ഇപ്പം നിസാം ബഷീർ ആണെങ്കിലും എനിക്ക് പറയുന്ന പോലെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസാം ബഷീർ നടത്തുന്ന പരീക്ഷണങ്ങളിൽ മരണം സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആ പരീക്ഷണത്തിൽ ഭാഗമാകാൻ. അപ്പം നജീം ഗോയ ആണെങ്കിലും അപ്പോൾ അങ്ങനെയാണത്. കാരണം അവർ വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ചിന്ത, അവരുടെ ചിന്തകളും അവർ ക്രിയേറ്റീവ്ലി സ്മാർട്ടാണെന്ന് എനിക്കറിയാം.
അപ്പോൾ അവരുടെ പരീക്ഷണങ്ങളും ഭാഗമൊന്നും തെറ്റൊന്നുമില്ല. അല്ല, അവരുടെ വിഷൻ മനസ്സിലാക്കാനുണ്ടല്ലോ, അതിന് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വിഷൻ മനസ്സിലാക്കുമോ, അത് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കുമോ, ക്യാരക്ടറിൽ കയറി കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അവരുടെ വിഷൻ നമുക്ക് മനസ്സിലാക്കുന്നത്? കാരണം ഇപ്പോൾ കൃഷാന്തിൻ്റെയൊക്കെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണല്ലോ, അപ്പോൾ ആ വിഷൻ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ടോ? ഇല്ല, കൃഷാന്തിൻ്റെ ഒരു നമുക്കറിയാം ഹീസ് വെരി മച്ച് ലേൺഡ് എന്നറിയാം. ഹി നോസ് ദ ട്രേഡ്, ഹി നോസ് ദ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ അയാളുടെ പോരായ്മകളും അയാൾക്കറിയാം. ഇപ്പം ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ 2015 പരിചയപ്പെടുന്നത്, എത്രയോ വർഷമായി. അപ്പം അന്ന് എന്നോട് വളരെ വേഗമായിട്ട് പറഞ്ഞൊരു കഥയാണ് ഈ 4 സംഘം എന്ന് പറയുന്നത്. കാരണം ഞാനന്ന് മറ്റൊരു സിനിമ ചെയ്യാനിരുന്നിരുന്നു. ആ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ആലോചിക്കുന്നു, പക്ഷെ അതൊരു സീരീസാണ്, പക്ഷെ അത് ഇപ്പം നടക്കുമെന്ന് അറിയില്ല, അങ്ങനെ വെറുതെ പറഞ്ഞു പോയൊരു കഥയാണ് 4 സംഘം. അതിന് ഇത്രയും കൊല്ലം എടുത്തു അത് ചെയ്യാൻ. അത് കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് അത് റിലീസാവുന്നത്. അപ്പോൾ അത് അത്രയും സമയം എടുത്താൽ എനിക്ക് അത്രയും സമയം കൊണ്ട് എനിക്ക് കൃഷാന്തിനെ എനിക്കറിയാം. അതിനിടയ്ക്ക് കൃഷാന്ത് എടുത്ത എഫേർട്സ് എനിക്കറിയാം. കൃഷാന്ത് ചെയ്ത സിനിമകളുടെ അയാളുടെ ചിന്തകൾ എന്താണെന്ന് എനിക്കറിയാം. സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ലേണിംഗ് ആണ്. ആളെങ്ങനെയാണെന്ന് മനസ്സിലാവും, ആളെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രയോ കാലമായിട്ടുണ്ടായതല്ലേ. എനിക്ക് തോന്നുന്നു ഈ കൃഷാന്തിൻ്റെ റിയാക്ഷൻസ് വരെ സഞ്ജു സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കാരണം ഈ ചില സീനുകൾ വർക്കാകുമ്പോൾ കൃഷാന്തിൻ്റെ ചില ഈ കൊച്ചു കുട്ടികളെ പോലുള്ള ചില എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, 1000 ബേബീസിൽ അതുപോലത്തുള്ള ചില കൃഷാന്തിൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നി ഈ മറ്റേ ആ പുള്ളിക്കാരിയെ ഡ്രഗ്സ് കൊടുക്കാനായിട്ട് കൺവിൻസ് ചെയ്യുന്ന ആ രംഗം ഉണ്ടല്ലോ, ആ സീൻ നല്ല കിട്ടില്ലം സീനായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഞാൻ പറഞ്ഞില്ല, ആ സട്ടിലിറ്റി, ആ പെർഫോമൻസിൽ. അത് ഞാനിങ്ങനെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ കൃഷാന്തിൻ്റെ ചില ഇമോഷൻസ്, ചില റിയാക്ഷൻസ് ആണ് ഈ 1000 ബേബീസിൽ കിട്ടുന്നുള്ളത്. 1000 ബേബീസിൽ എനിക്ക് ഈ ഇനീഷ്യൽ ഫേസ്, ബിബിൻ്റെ ഇനീഷ്യൽ ഫേസിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അയാൾക്ക് ഒന്ന് എക്സൈറ്റ്മെന്റും നെർവസ്നെസ്സും. ഇപ്പോൾ കൃഷാന്ത് നെർവസ് ആകുമ്പോൾ എനിക്കറിയാം, കൃഷാന്ത് ഈ വിരലുകൾ ഒത്തിരി ഇവിടെ ആയിരിക്കും എപ്പോഴും കൈ. അപ്പം എന്തെങ്കിലും പറയാൻ പോകുമ്പോഴും എക്സൈറ്റഡ് ആയിട്ട് പറയാൻ പോകുമ്പോഴും ഈ കൈ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും കൃഷാന്ത് പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഹിൽ ബി ഓൺ ടോസ്, എപ്പോഴും കാല് പൂർണ്ണമായിട്ട് താഴെ കുത്തിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അറിഞ്ഞോ അറിയാതെയോ കുറച്ചെനിക്ക് ആ ഒരു സാധനം ഉണ്ടായിരുന്നു, ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സാധനമായിരിക്കുമല്ലോ ഇയാൾ എന്ന് പറയുമ്പോൾ ഞാനതങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഇനീഷ്യൽ ബിബിൻ്റെ ഫേസിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തൊരു സിനിമയാണ് ഈ 1000 ബേബീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുവരെ കണ്ട സഞ്ജു അല്ല. ഇപ്പോൾ ഓക്കെ, റൊഷാക്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ എന്തെങ്കിലും ഒരു മുഴുനീള സീനാണല്ലോ, മുഴുനീള റോളാണ്. അതിനകത്ത് ഹീറോ ആണ്, 1000 ബേബീസിലെ ഹീറോ ആണ്, വില്ലനുമാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയത് ഇത്രയും നാൾ ചെയ്തതിൻ്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുഷ് ചെയ്തൊരു സീരീസാണ് 1000 ബേബീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? അതോ അതിന് മുന്നേ തന്നെ ഞാനൊരു ആക്ടറായി ഇവോൾവ് ആയി കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് 1000 ബേബീസ് ആണോ, അത് അതിന് മുന്നേ റൊഷാക്കിലും 1983-ലൊക്കെ തോന്നിയിട്ടുണ്ട്? നമ്മൾ ഇവോൾവ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും, നേരത്തേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്, അതിലും ബെറ്ററാണ്, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ചുകൂടി കമ്പോസ്ഡാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുറച്ചുകൂടിയും ഒരു ഇപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നമുക്കൊരു സ്ഥാനത്തെ നോക്കി സ്റ്റെയർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വേണ്ടത്. ഇപ്പം ഉദാഹരണം, ഇപ്പം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളെ ഞാൻ നോക്കുന്നു, അപ്പം ഒരാളൊരു പെൺകുട്ടീനെ നോക്കുന്ന സമയത്ത് നോക്കും മാറ്റും, പക്ഷെ അവരെ സ്റ്റെയർ ചെയ്യാൻ നമ്മൾ തന്നെ ചോദിക്കും, അയാൾക്ക് എന്ത് ഗട്ട്സിനായിട്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന്. അപ്പോൾ ഈ ക്യാമറ നോക്കി അത്ര സ്റ്റെയർ ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻറ്റ് വരണം, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണ് ചിമ്മാതെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റുന്നു, നോട്ട് ബോതേർഡ് അബൌട്ട് ദ ക്യാമറ ഓർ ദ സറൗണ്ടിങ്സ്. അങ്ങനെ വരുന്ന ഘട്ടങ്ങളുണ്ട്. അതെനിക്ക് ഒന്ന് ഇവോൾവ് ആയി വരുന്നതനുസരിച്ച് ആദ്യമൊക്കെ നമുക്ക് പേടിയാണ്. ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഇനീഷ്യലൊക്കെ ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ പാനിക്കാവും. നമ്മൾ മാത്രമേ ഉള്ളൂ, ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്, അവിടെ ആരുമില്ല, നമ്മളിതിനെ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ആ ഡയലോഗ് റീഡ് ഔട്ട് ചെയ്യും ഓപ്പോസിറ്റ് ആക്ടറിൻ്റെ, അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണം. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഭയങ്കര ഡിഫിക്കൽട്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തും, അതിന് ആ ഒരു കോൺഫിഡൻസിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളതും. എനിക്ക് റോഷാക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റൊഷാക്കിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ലൈക്ക് ഇപ്പം അതെന്നെ ഒരുപാട് നിസാമിൻ്റെ ചില കാര്യങ്ങളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിസാമിന് വേണ്ട, അപ്പോഴാണ് എനിക്കൊരു ഡയറക്ടർ എനിക്കിങ്ങനെയല്ല, എനിക്ക് അതാണ് വേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. എനിക്കിത് വേണം,
എന്ന് സ്പെസിഫിക് ആയിട്ട് പറയും, ഇതെനിക്കൊരു പ്രശ്നമാണ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ഞാൻ ആ അച്ഛനെ കൊല്ലുന്ന സീനാണ്. അതെ ഞാൻ അങ്ങനത്തെ ഒരാളേ ഇല്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വയലൻസോ അത്രയ്ക്ക് ഓവർ ബോർഡ് പോകുന്നൊരു കൈൻഡ് ഓഫ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അത് ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഭാഗ്യത്തിനൊന്ന് മഴ പെയ്തു, അത് ഇടയ്ക്ക് സ്റ്റോപ്പ് ആയി, പിന്നെ വേറെ ദിവസം ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിലേക്കൊക്കെ പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് നിസാമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പം 1000 Babiesലേക്ക് വരുമ്പോൾ അതിൽ ആ ലുക്ക് ഓരോ കാര്യങ്ങളും സസ്റ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ കുട്ടിയെ ഈ പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി, ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൺവിൻസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ആൻഡ് ഹീസ് വെരി പാഷനേറ്റ് ആണ്, ഭയങ്കര റൊമാൻറ്റിക് ആണ്, അയാൾ ഭയങ്കര കൺവിൻസിങ് ആണ്. എന്നാൽ സൈക്കോ ആണ്. അതെ, അയാൾ അവർക്ക് മാറി ചിന്തിക്കാൻ വേണ്ടി ഐ കോണ്ടാക്ട് പോലും മാറ്റിയിട്ടില്ല. ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ണെടുത്തിട്ടേ ഇല്ല. സോ ദാറ്റ് അവർക്ക് വേറെ ചിന്തിക്കാനുള്ള സ്പേസ് ഞാൻ കൊടുക്കരുത് എന്നുള്ളതാണ് ഞാൻ അന്നേരം ആസ് എൻ ആക്ടർ ആലോചിച്ചത്. അപ്പം അനൂപ് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സമയത്ത് ഞാൻ അനുവിനോട് സംസാരിക്കുന്ന സമയത്ത് അനുവിന് ഇപ്പുറത്തിരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് നോക്കണമെങ്കിൽ ഞാനും കൂടെ വിചാരിക്കണം. ഞാൻ അനുവിൻ്റെ കണ്ണിൽ നോക്കി അനുവിന് കണ്ണെടുക്കാൻ പറ്റില്ല, നമ്മൾ അത്രയും ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ ഇമ്പോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സീൻ ചെയ്യുമ്പോൾ എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് അവരുടെ അറ്റൻഷൻ പോരുത്, അവരുടെ അറ്റൻഷൻ എന്നിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഞാനിത് പറയുമ്പോഴേ എൻ്റെ ഓരോ ആക്ഷനും ഇതായിരിക്കണം. അപ്പോൾ അതിനകത്ത് അയാളുടെ അടുത്തിട്ട് വേറൊരാളെ അറിയില്ല, ആരോടും പറയരുത് എന്നൊക്കെ പറയുന്ന അതൊക്കെ എനിക്ക് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. ഞാനത് അത്രയും ആലോചിച്ച് ചെയ്യും. പിന്നെ അത് നജീംക്ക് അത് പറഞ്ഞു തരുന്ന സംഭവമുണ്ട്. എടാ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഭയങ്കര ഷാർപ്പാണ്, അയാൾ ഒരു തരി പോലും അതെ, അയാൾ മാറിക്കൊടുക്കില്ല, ഒരു തരി പോലും ഗ്യാപ്പ് കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള അത് വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരും നമുക്ക് അത് ചെയ്യുമ്പോൾ. ഇപ്പോൾ ആക്ടിങ് ഈസ് ലിസണിങ് റാദർ ദാൻ സ്പീക്കിംഗ് എന്ന് പറയാറുണ്ട്. ഇപ്പം തന്നെ സഞ്ജു പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കോ ആക്ടർ, ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദർശനെ നോക്കിയ ഒരു നോട്ടം, ഇപ്പോൾ ഒരു നോട്ടത്തിലൂടെയും ഒരു ചിരിയിലൂടെയും ഒരു കണ്ണിൻ്റെ ചലനത്തിലൂടെയും സഞ്ജുവിനെ അത്ഭുതപ്പെടുത്തിയ ഒരു കോ ആക്ടർ പറയുകയാണെങ്കിൽ അതാരായിരിക്കും? ഇപ്പോൾ സഞ്ജു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നു, എന്നാൽ സഞ്ജുവിന് തിരിച്ചു തരുന്ന ആ സാധനം ഉണ്ടല്ലോ, അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിനൊരു നോട്ടം തന്നെ സഞ്ജുവിൻ്റെ പെർഫോമൻസും അവിടെ ഹൈ ആവുകയാണ്. ചിലരുടെ ഇമേജ് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ റൊഷാക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. മമ്മൂക്കയെ എനിക്ക് പേടിയാണ്. എനിക്ക് ആ സിനിമയിൽ ഒരാളെ മാത്രമേ പേടിയുള്ളൂ, മമ്മൂക്കയാണ്. എല്ലാവർക്കും മമ്മൂക്ക ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞ അല്ലല്ല, എനിക്ക് ആ കഥാപാത്രം ഞാൻ പറഞ്ഞത്, കഥാപാത്രമാണ് പറഞ്ഞത്. അപ്പം ഞാനത് എനിക്ക് ആദ്യ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നത് കാരണം, പക്ഷെ അതെനിക്ക് അത് അങ്ങനെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് അദ്ദേഹം തന്നെ എനിക്ക് പ്രൂവ് ചെയ്തത്. കാരണം എനിക്ക് അത് മാറണം. അത് 1-2 ദിവസമായപ്പോഴത്തേക്ക് നമ്മൾ ആ കോൺഷ്യസ്നസ് നമ്മൾ മാറും, നമുക്ക് വളരെ കംഫർട്ടബിളാണ്. പക്ഷെ റൊഷാക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിന് പേടിയാണ് അയാൾ, അനിലിന് പേടിയാണ്. അയാൾക്ക് എന്തെങ്കിലും സംശയമോ ഇയാളെ കാണുമ്പോൾ ഒരു ടെൻഷനാണ്, അതുണ്ട്. അപ്പം അതെനിക്ക് എടുക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഞാൻ മമ്മൂക്ക എന്ന ഫിഗറിനെ, മമ്മൂക്ക എന്നതിനെ പറ്റിയൊക്കെ പോലും ആലോചിച്ച് നമുക്ക് ഇത് വരും. പക്ഷേ അങ്ങനെയല്ല, അതൊരു ഇമേജ്, ആ ഒരു ഇമേജ് അല്ലാത്ത ഒരാളോട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് രസം തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ഇന്ദ്രൻ സേട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ. അപ്പം നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ 2 ദിവസം ഞാൻ കൃഷ്ണാനോട് ഇത് തന്നെ പറയുക, നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ എന്നെ കുളിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതിലെനിക്ക് ആ സ്നേഹം ഫീൽ ചെയ്യാം. അദ്ദേഹം തൊടുമ്പോൾ എനിക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാം, ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. ഞാനതിൽ ഭയങ്കര രസം, ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ ആ സീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഓപ്പോസിറ്റ് ആക്ടറിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ആക്ച്വലി ചിലപ്പോൾ ഒന്നും ചെയ്യേണ്ടി വരില്ല, നമുക്കതിന് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി. അതിന് കണ്ടു തന്നാൽ കേട്ട് തന്നാൽ മാത്രം മതി, നമുക്ക് അത് ആ സീനിന് വേണ്ടത് ചിലപ്പോൾ അതിൽ കിട്ടും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റായിട്ട് എനിക്ക് ഓർക്കാൻ ആഗ്രഹിക്കും. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാൻ നല്ല രസമുള്ളൊരു ആക്ടറാണ് ഫഹദ്. ഞാനത് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ടോക്സിക് കാമുകൻ ഗംഭീര എൻട്രി ആയിരുന്നു കേട്ടോ, ക്യാമിയോ റോള് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് ചെയ്തായിരുന്നു ആ ഡയലോഗ് ഡെലിവറി. അത് ഈ പറഞ്ഞ പോലെ അത് അഖിലിൻ്റെ വേറൊരു തരത്തിലുള്ളൊരു വർക്കിംഗ് പാറ്റേൺ ആണ്. അഖിൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വരും. അഖിലിനോട് ഞാൻ കുറേ ചോദിക്കുന്നതാണ്, അഖിൽ എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ഒരു മീറ്റർ എന്താണ്. എനിക്ക് പ്രത്യേകിച്ച് ഓവർബോർഡ് പോകാൻ കുറച്ചുകൂടെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഓവർബോർഡ് ഭയങ്കര ഓവറായി പോകരുത്, എന്നാൽ കുറഞ്ഞു പോകരുത്. അപ്പം ഇവരുടെ ഇതിനനുസരിച്ചിട്ട് അതിന് ഏതൊരു മീറ്ററിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പെട്ടെന്നാണ് ആ സിനിമയിലേക്ക് വന്നപ്പെടുന്നതും എനിക്കങ്ങനെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം
അന്നേരം അഖിൽ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ വല്ലാതെ അങ്ങ് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അഖിൽ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പം നമ്മൾ എന്തോ അന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ നമുക്ക് തെറ്റിക്കാനുള്ള വകുപ്പില്ല, പിന്നെ നമുക്ക് അതിലേക്ക് അങ്ങ് പോകുന്നത്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫഹദാണ്. ഫഹദ് ഭയങ്കര രസമാണ് ഓൺ സെറ്റ്, ഭയങ്കര ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര രസമുള്ള ഒരാളാണ്. ഈ ഫഹദിന്റെ നോട്ടത്തിനെ കുറിച്ചും നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫഹദുമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത് ഫഹദിന്റെ റിയാക്ഷനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? ഭയങ്കര രസമാണ്. ഹിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഈ നല്ല ആക്ടേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് ആക്ച്വലി. അപ്പം യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് യുദ്ധം, ഒരു പോരാളിയാണെങ്കിൽ അയാൾക്ക് ശക്തനായ പോരാളിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ അതിനേക്കാളും ഗംഭീരമായിട്ട് ഒരാളെയാണ്. കാരണം അതൊരു ചലഞ്ച്, ഭയങ്കര രസമാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഫുള്ളി അവരുടെ എനർജി ഫുൾ 100% ആണ്. അപ്പോൾ നമ്മുടെ എനർജി ഒട്ടും കുറയില്ല, നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ ആ ഐ ടു ഐ ഭയങ്കര രസമായിട്ട് നമുക്കിത് ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ രസമാവും. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്കും നല്ലതാണ്. അപ്പം മറ്റുള്ളവരുടെ എനർജി നമ്മളിലേക്ക് പകർന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഖലീഫ ചെയ്തപ്പോൾ ഇപ്പോൾ രാജുവേട്ടനോട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു എനർജി ഉണ്ട്, അത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കാണുമ്പോഴാണ് ഇത്രയും എനർജി നമുക്ക് വേണം, ഇത്രയും കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വേണം സിനിമയിൽ. അല്ലെങ്കിൽ ഇപ്പം പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും നോക്കിയാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഖലീഫ പോലത്തെ ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം, വൈശാഖിൻ്റെ പടമാണ്, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതുണ്ടല്ലോ. അപ്പം പൃഥ്വിരാജിൻ്റെ വേ ഓഫ് അപ്രോച്ച് ഉണ്ടല്ലോ, സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? സിനിമയെ ഭയങ്കരമാണ് അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, അത് അങ്ങനെ ഒരു ആക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഹൂ ഗോസ് 360 ഇൻ ടു എവറി ആസ്പെക്ട്സ് ഓഫ് ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ ആ ദിവസം നടക്കുന്ന പ്രോസസ്സുമായിട്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് അതെങ്ങനെ അത്രയും ഒരു അറ്റൻഷൻ സ്പാനൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും ഹീസ് വെരി കോൺഷ്യസ്. ആ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ, ആ സെറ്റിൽ നടക്കുന്ന ഓരോ കാര്യത്തിലും, മറ്റ് ആക്ടേഴ്സിൻ്റെ ഇതിലും, ഈവൻ ഡയലോഗ്സ് ആണെങ്കിലും ഇതാണെങ്കിലും അതിൻ്റെ എൻറ്റയർ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ ഏതോ ഒരു ആ സീനിൽ അങ്ങനെ പറയുന്നുണ്ട്, അതുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലേ എന്നൊക്കെ പറയുന്ന ഭയങ്കര. അപ്പോൾ ഈ ഒരു സീനിൽ ഇപ്പം അദ്ദേഹം കാണുമ്പോൾ പറയും, നമ്മുടെ ഇപ്പം വേറൊരാളുടെ കോസ്റ്റ്യൂം കണ്ടാൽ പറഞ്ഞു, അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതുമായിട്ട് മാച്ച് ആവുക ഇല്ലല്ലോ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോസ്റ്റ്യൂം അല്ലേ അദ്ദേഹത്തിന് വേണ്ടേ എന്ന്. അപ്പോഴാണ് അപ്പോൾ ശരിയാണ്, അതൊരു ഡിസ്കഷൻ ഉണ്ടാവുകയും വെരി മച്ച് വളരെ അവെയറാണ്. ആൻഡ് എല്ലാ ആസ്പെക്ട്സിലും, ഇപ്പം സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാത്തിലും അദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ട്. അപ്പം അതിലെല്ലാം അദ്ദേഹം ഇടപെടില്ല. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അവരെന്തുകൊണ്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്, എന്തുകൊണ്ട്. ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം തന്നെ ചിലപ്പോൾ ഡയറക്ടറിന് വളരെ കുറവായിരിക്കാം, ഡയറക്ടറിന് ഭയങ്കര സപ്പോർട്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര രസം തോന്നി. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു, ഇപ്പം ഈ ഇത്ര ദിവസം വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ടർ എന്നുള്ള ഓറിയൻറ്റേഷൻ തെറ്റാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല സഞ്ജു, അത് ഒരിക്കലും ഇല്ല. നിങ്ങൾ ആക്ടർ നമ്മളിതൊന്നും അറിഞ്ഞിരിക്കുന്ന കാര്യമില്ല. എൻ്റെ പേഴ്സണൽ താല്പര്യം കൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആവുന്നതും അതിൽ എനിക്കറിയേണ്ടതുകൊണ്ടും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ എന്തും ചെയ്ത് അദ്ദേഹം ജീവിക്കും. ഡിറക്ഷൻ ആണെങ്കിലും whatever അദ്ദേഹം എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് ഭയങ്കര രസമാണ്, അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇപ്പോൾ ഖലീഫ ഒരു റിയൽ ലൈഫ് ആള് സ്റ്റോറിയാണല്ലേ എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ പല കഥയും പറയുന്നുണ്ട്. ക്യാരക്ടറിനെ കുറിച്ചൊക്കെ റിവീൽ ചെയ്യാൻ പറ്റുമോ? അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ടോ? പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. സംഭവം ഇപ്പോൾ മസ്തിഷ്ക മരണം, 4.5 ഗ്യാങ്, ഇപ്പോൾ ഇതുപോലത്തെ ഒരു അൺകൺവെൻഷണൽ സിനിമ സീരീസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അൺകൺവെൻഷണൽ സിനിമ സീരീസ് എന്നൊരു മാസ് കമേഴ്ഷ്യൽ പടത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇപ്പം അതിൻ്റെ ഭാഗമായി അഭിനയിക്കുമ്പോൾ എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യുമല്ലോ. ഒരു മാസ് കമേഴ്ഷ്യൽ പടം എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ നമ്മൾ സിനിമ കാണുമ്പോൾ, പ്രേക്ഷകൻ കാണുമ്പോൾ തന്നെ സീൻസ് എല്ലാം വരെ വേഗത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ അൺകൺവെൻഷണൽ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്, വേറെ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. അപ്പം അതെങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ഒരു ആക്ടിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ ധാരണകൾ അത് ഏതെങ്കിലും രീതിയിൽ ഒരു കൺഫ്യൂഷൻ തോന്നിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ പടത്തിൻ്റെ ഭാഗം അപ്പം ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാനിതെല്ലാം കമേഴ്ഷ്യൽ പടമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു മാസ്, ഒരു മസാല കമേഴ്ഷ്യൽ, അങ്ങനെ ഒരു കാറ്റഗറിയിലെല്ലാം പറയാവുന്ന കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ശരിക്കും ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പക്ഷേ ഏറ്റവും വലിയ സിനിമ ചിലപ്പോൾ
ഖലീഫയാണ്, ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമ ഖലീഫയാണ്. അപ്പോൾ അതിൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം തന്നെ ഞാൻ ഇപ്പോൾ പെർഫോമൻസ് ആണെങ്കിലും ഈ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. ഈ ഒരു സമയത്തിനുള്ള ഈ ഒരു വിട്ടിൽ ഈ ഒരു സ്പേസിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്തിരിക്കണം. അത് ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിരിക്കണം. ആ മൂവ്മെൻറ്റ് ഇപ്പം ഒരു പാൻ ചെയ്ത ക്യാമറ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ കറക്റ്റ് ആ സമയത്ത് കറക്റ്റ് ടൈമിങ് കറക്റ്റ്, അങ്ങനത്തെ കുറേ ഘടകങ്ങളുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ സിനിമകൾ അധികം ചെയ്തിട്ടില്ല. അപ്പം മറ്റേതെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പെർഫോം ചെയ്യാം അതിനനുസരിച്ച് അത് ഗ്രാബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഓൾറെഡി ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ നമ്മൾ പോയി കറക്റ്റായിട്ട് നിൽക്കണം. അപ്പം ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എവിടെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചപ്പം ഇപ്പം നിസാമോ അല്ലെങ്കിൽ കൃഷാന്തോ അല്ലെങ്കിൽ ഇപ്പം നജീമിക്കയുടെ ഒക്കെ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുമ്പോൾ അതൊരു നമ്മളൊരു റോഡിലൂടെ യാത്ര പോകുന്ന പോലെയാണ്. കാരണം അതിനെനിക്ക് ഒരു വണ്ടിയിൽ ഞാൻ പോകുമ്പം എനിക്ക് എൻ്റെ സ്പീഡിൽ പോകാം, മൾട്ടിപ്പിൾ ലെയിൻസ് ഉണ്ടായിരിക്കും. ആ ലൈനിൽ കയറി എനിക്ക് വേണം ഓവർടേക്ക് ചെയ്യാം, പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ റോഡിലും വേണമെങ്കിൽ കയറാം, എന്നാൽ പെട്ടെന്ന് തിരിച്ച് വരണം, എന്നാൽ എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് നിർത്താം, ഇടയ്ക്ക് ഈ മറ്റേ ഓഫ് റോഡ് എടുത്ത് എനിക്ക് പോകാം. ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇതിനെല്ലാം നോക്കാൻ വേണ്ടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹം നോക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകും. കാരണം നിങ്ങൾ ലൈൻ തെറ്റിച്ചു, ആ ലൈൻ അത്ര തെറ്റിക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് ഓവർടേക്ക്, ഇതെല്ലാം കറക്റ്റായിട്ട് സംഭവിക്കും. അത് വേറൊരു ചാനൽ, വേറൊരു കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഇപ്പുറത്ത് ഇതെന്ന് പറയുന്നത് ട്രെയിനാണ്. എനിക്ക് തോന്നുമ്പോൾ നിർത്താൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ കറക്റ്റ് സിഗ്നൽസ് ഫോളോ ചെയ്യണം, കറക്റ്റ് കാരണം അത് എൻറ്റയർ ഇത് ഒരു നെറ്റ്വർക്കാണത്. റെയിൽവേ ഒരു നെറ്റ്വർക്കാണ് എന്ന് പറയുന്ന പോലെ അത് കൃത്യമായി കണക്റ്റഡ് ആണ്. അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ സിഗ്നൽ കൊടുക്കണം. ഇതെല്ലാം അതുപോലെ എനിക്ക് ഈ രണ്ട് സിനിമകളുടെ വ്യത്യാസം ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം? ഞാൻ പറഞ്ഞില്ലേ, സട്ടിലായിട്ടുള്ള ഒരു പെർഫോമർ, ഒരു ഗാങ്സ്റ്റർ ആയിട്ട് അഭിനയിക്കുമ്പോഴും ആ സട്ടിലിറ്റി ആ പെർഫോമൻസിൽ നമുക്ക്. പക്ഷേ ഒരു മാസ് കൊമേഴ്ഷ്യൽ പടമാകുമ്പോൾ നമ്മൾ സീൻ കാണുന്നതിന്റെ അതിന്റെ ഒരു വേഗത ചിലപ്പോൾ ഒരു ത്രോ കൂടുതലായിരിക്കും. കാരണം അതുപോലെയാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാവുന്നത്. അതിലൊരു സൂം ഇൻ അല്ലെങ്കിൽ ഒരു ചാർജ് ചെയ്ത് വരുമ്പോൾ, ഒരു ക്യാമറ ചാർജ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചില പോസ് വരുമ്പോൾ യു ഹാവ് ടു ഡു ദാറ്റ്. അതാണ് സിനിമ. അത് കാരണം പിന്നെ ഈ പറയുന്ന പോലെ നാച്ചുറൽ ആയിട്ടുള്ള സിനിമകളോ എന്ന് പറയുന്നത് മാത്രമല്ല, ദാറ്റ്സ് എ വേ ഓഫ് ഡൂയിങ് സർട്ടൻ തിങ്സ്. ചിലത് ഓവർബോർഡാണ്. ദാറ്റ്സ് എ വേ ഓഫ് ഡിഫറെൻറ്റ് വേ ഓഫ് ആക്ടിങ്. അപ്പം നമ്മളിപ്പോഴും എല്ലാവരും ഇപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ നാച്ചുറലായിട്ട് അഭിനയിക്കും. ഇപ്പം ഈ ഹരിത സിനിമകൾ എന്നൊക്കെ പറയുന്നത് അത് ദാറ്റ്സ് വൺ വേ ഓഫ് കൺവേയിങ് ദ സ്റ്റോറി അല്ലെങ്കിൽ നെറേറ്റിംഗ്. പക്ഷെ മറ്റു വഴികളും ഉണ്ട്. ഓവർബോർഡായിട്ട് പോകണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ കമേഴ്ഷ്യൽ സിനിമകൾ നമ്മൾ പറയും അതിൻ്റെതായ ആ രീതിക്കുള്ള പെർഫോമൻസസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അത് ഒരെണ്ണം മാത്രം ചെയ്യുന്ന നമുക്കെല്ലാം ചെയ്യണം. എല്ലാ കൈൻഡ് ഓഫ് പെർഫോമൻസസും ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഖലീഫയിൽ വന്നപ്പോൾ അത് അങ്ങനത്തെ ഒരു മീറ്റർ വരികയും, അല്ലെങ്കിൽ പാച്ചു അത്ഭുതങ്ങളൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ്, അപ്പോൾ ഈ ഒരു വേരിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ മസ്തിഷ്ക മരണത്തിലെ ഡാൻസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, രജിഷയുടെ പോലെ ഡാൻസ് കണ്ടപ്പോൾ ആ ഡാൻസിന്റെ പെർഫെക്ഷൻ ആയിരുന്നില്ല, ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു മാനറിസം എല്ലാം ഡാൻസിൽ വരുന്നുണ്ട്. ആ ക്യാരക്ടറാണ് ഡാൻസ് ചെയ്തത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഡാൻസ് കാണുമ്പോൾ ഡാൻസ് കൊള്ളാം അങ്ങനെയല്ല, നമുക്കവിടെ ആ ക്യാരക്ടറാണ്, ആ ഒരു ഈഗോ, ആ ഡാൻസിൽ പോലും ആ ഈഗോ വരുന്നുണ്ട്. അതെനിക്ക് ഡാൻസ് അധികം അറിയാത്തതുകൊണ്ടായി പോകുന്ന ആ സൂപ്പർ സ്റ്റാറിന്റെ ഈഗോ വരുന്നുണ്ട്. ഡാൻസ് അറിയാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നിയതുകൊണ്ട് വലിയ സന്തോഷം. കാരണം രജിഷയും കഥാപാത്രം നിങ്ങൾ തമ്മിലൊരു ഈഗോ ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെയാണ്. അതെ, അല്ല അതങ്ങനെയും വരുന്നതിൽ എനിക്ക് കുഴപ്പം. കാരണം എനിക്ക് അതിൽ ഒരു സംഭവം, ഞാനത് കുറച്ച് കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നന്നായി കളിക്കേണ്ട ആളൊന്നുമല്ല, ചിലപ്പോൾ അയാൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ബോധപ്പെടാവേണ്ട കാര്യമില്ല. അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരു കോൺഫിഡൻസും ഒരു ഇതിൽ പോകുന്ന പരിപാടിയാണ്. നമുക്കിത് അറിയോ അറിയില്ലയോ എന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ കോൺഫിഡൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോകും. അത് നമ്മൾ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ക്യാരക്ടറിന് എനിക്കത് ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ പ്രേം പാറ്റ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു സോങ് ഉണ്ട്, ഒരു ഭയങ്കര രസമുള്ളൊരു സോങ് ഉണ്ട്. അതും ഈ പറയുന്ന പോലെ എനിക്കൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അത് കിട്ടിയ ഒരു എനർജിയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു എൻറ്റയർ ഇതിൽ ആ ഒരു സറൗണ്ടിങ്സിലും ആ ഒരു സെറ്റിലും ആ ഒരു ഡയറക്ടറും എല്ലാവരും തരുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജിയിലാണ് നമ്മളിത് പോകുന്നത്. അപ്പം അത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ പാളിപ്പോകും. ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയി ചെയ്ത ഒരുപാട് പഴയ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതെപ്പോഴെങ്കിലും ഒന്ന് റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ എക്സ്പീരിയൻസിനെ വെച്ച്
ഒരു പർട്ടിക്കുലർ കഥാപാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് കഥാപാത്രമായിരിക്കും ചൂസ് ചെയ്യുക? അത് മാറി വീണ്ടും ചെയ്യാനോ? വീണ്ടും ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ഇവോൾവ് ആയല്ലോ തോന്നുമ്പോൾ നമുക്ക് എല്ലാം ഒന്നുകൂടെ ചെയ്താൽ കൊള്ളാം തോന്നുന്നില്ല ചിലപ്പോൾ നമുക്ക്. കാരണം അങ്ങനെ നമുക്കൊരു നമ്മൾ ഇവോൾവ് ആവുന്നുണ്ട്, നമ്മൾ മാറുന്നുണ്ട്, നമുക്കതുപോലെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുമായിരിക്കും ആദ്യകാല സിനിമകളിലേക്ക്. പക്ഷേ ആദ്യകാല സിനിമകൾ എന്ന രീതിയിൽ അതെനിക്ക് സാറ്റിസ്ഫൈങ് ആണ്, എന്നാൽ ഞാൻ സാറ്റിസ്ഫൈഡും അല്ല. അപ്പോൾ ഇന്ന് ചെയ്ത കഴിഞ്ഞ സിനിമകളിൽ പോലും എനിക്ക് തൃപ്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ സിനിമയിലും നമ്മളെല്ലാം ഭയങ്കര ഗംഭീരമായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് ചില സ്ഥലത്ത് പാളിപ്പോയിട്ടുണ്ട്, അതെനിക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കൃത്യമായി അപ്പോൾ നമുക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ നമ്മൾ ചില സുഹൃത്തുക്കളുണ്ടായിരിക്കും, ചില ആൾക്കാരുണ്ടായിരിക്കും, കൃത്യമായിട്ട് പറയും ആ ഏരിയ അത് കുറച്ച് പ്രശ്നമായി, ആ ഒരു സംഭവം നീ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിൽ ക്യാരിഡ് അവേ ആവുന്നു, അല്ലെങ്കിൽ 10 പേരെന്നോട് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു അംഗീകാരം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കതിന് ഭയങ്കര ക്യാരിഡ് അവേ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അത്ര തൃപ്തനാവുന്ന ഒരാളൊന്നുമില്ല. എനിക്കങ്ങനെ തൃപ്തി ഇല്ല എനിക്ക്. കാരണം നമ്മൾ അതിനേക്കാളും കൂടുതൽ ഇത് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നല്ലത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ ഉള്ളത് കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോടും എനിക്ക് കൂടുതൽ എതിരെ അഭിപ്രായങ്ങൾ വരും. അത് പോരായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അത് സ്വാഭാവികമാണ്. നമ്മൾ ചിലപ്പോൾ പഴയ നമ്മുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് പോലെ ഞാൻ ഇങ്ങനെയാണോ കണ്ടിരുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഒത്തിരി ബെറ്റർ ആണെന്നല്ല പറയുന്നത്. കുറച്ചാളും കഴിയുമ്പോൾ നമ്മൾ ഇതും മോശമാണെന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ കാര്യമില്ല. ഞാനിപ്പോൾ സ്റ്റുഡിയോയിലോട്ട് സഞ്ജു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് സഞ്ജുവിൻ്റെ ഹെയർ സ്റ്റൈലായിരുന്നു. സഞ്ജുവിൻ്റെ ലുക്സ്, ഫാഷൻ സെൻസ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. സഞ്ജു ശിവറാം ഇപ്പോൾ 1000 ബേബീസിൻ്റെ ഒരു ലോഞ്ചിന് വേണ്ടിയായിരുന്നു. ആക്ടർ സഞ്ജു ശിവറാം ഇട്ടിരിക്കുന്ന ചെരുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ ആ ചെരുപ്പ് നോക്കിയപ്പം അതിലും ഒരു ഫാഷൻ ഉണ്ടായിരുന്നു ആ ചെരുപ്പിൽ. അപ്പം ഈ ലുക്ക്, ഈ ഫാഷൻ, നമ്മളിപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമല്ലോ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആ അവാർഡ് വാങ്ങാൻ വന്നപ്പോൾ പോലുള്ള ആ ഒരു ഔട്ട്ഫിറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഫാഷൻ സെൻസ് സിനിമയിൽ വന്നതിന് ശേഷം സിനിമയുടെ ആവശ്യത്തിനായിട്ട് അതിനെ പഠിച്ചെടുത്ത് അങ്ങനെയാണോ കുട്ടിക്കാലം മുതലേ? അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. അതിപ്പോൾ ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ വിലയും പറയും. ഞാനാണെങ്കിൽ എല്ലാം ഇപ്പോൾ 100 രൂപ കിട്ടുന്ന സാധനം ഞാൻ വാങ്ങിക്കും. എനിക്ക് ഭയങ്കര എനിക്കത് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് പണ്ട് മുതലേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊന്നും നമുക്ക് അതിനുള്ള ഈ പറഞ്ഞ പ്രിവിലേജ് ഇല്ലാത്ത കാലങ്ങളുണ്ടായിരുന്നു. അപ്പം അന്നും പക്ഷെ ഇതിനോട് വലിയ ആഗ്രഹവും ഭയങ്കര തുറയായിരുന്നു. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കസിൻ്റെ വീട്ടിൽ ഒരു കുട്ടേട്ടൻ സ്റ്റൈലിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അതെനിക്കൊന്ന് റെയ്ബാൻ്റെ ക്ലബ് മാസ്റ്റർ പോലത്തെ ആ കണ്ണാടി ഞാൻ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ അത് ആരും എടുത്തുകൊണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. തീരെ ചെറുതാണ്. അപ്പം ആ സമയത്തും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഏറ്റവും പഴയ ഒരു കണ്ണാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന ഒരു റെയ്ബാനാണ്. അതെനിക്കൊന്ന് ഏർലി 90s ഒരു പഴയ മോഡൽ. എനിക്കൊന്ന് ഇപ്പം വരുന്ന എല്ലാം റെയ്ബൻ മെയ്ഡ് ഇൻ ഇറ്റലിയാണോ, അത് മെയ്ഡ് ഇൻ US, ഒരു പഴയ സാധനമാണ്. അത് ഞാൻ കൊണ്ടുവന്ന് വീണ്ടും പ്ലേറ്റ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്ത്. അപ്പോൾ എനിക്കിത് അന്ന് മുതലേ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കും ഇതിനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പം 2 or 3 സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ 2 or 3 ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്കതില്ല. പക്ഷേ നമ്മൾ ഹോസ്റ്റലിൽ അത്ര പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇടുന്ന ഡ്രസ്സ് പിന്നെ ഞാൻ ഇടണമെന്നില്ല. പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി. അപ്പം നമ്മളിങ്ങനെ അത് അറിഞ്ഞിട്ടില്ല. അപ്പം അത് ഇപ്പം നമുക്കങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കത് ഇഷ്ടമാണ്. എനിക്കത് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നതാണ്. കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട്. എനിക്ക് ആ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം ഷോപ്പ് ചെയ്യാനൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഒരുപാട് സ്ട്രീറ്റ്സിൽ നിന്ന് ഞാൻ ഷോപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം കൽക്കട്ടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബോംബെയിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നടന്ന് തപ്പി എടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്ത് സൂരജ് എസ് കെ ഡിസൈനറാണ്. സൂരജാണ് എപ്പോഴും എൻ്റെ എനിക്കെപ്പോഴും ഒരു സംശയം വരും, ഇതിടണോ അങ്ങനെ കൺഫ്യൂഷൻസ്. ഞാൻ എൻ്റെ വീട്ടിലെ വൈഫോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നതിനാണ്. അതെന്താ പറഞ്ഞാൽ അത് ഏതാണ് സംശയം. എന്നിട്ട് ഞാൻ അവസാനം എനിക്ക് ഇഷ്ടമുള്ള ഇടും. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ തമ്മിൽ പിണങ്ങും. അപ്പോൾ ആ പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ സൂരജ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
അപ്പം അങ്ങനെ ഇതിനൊക്കെ അതെനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്, ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ എനിക്ക് ഓരോ സാധനം ഇങ്ങനെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് ഇപ്പം അതിൻ്റെ വിലയോ ബ്രാൻഡോ ഒന്നും എനിക്ക്, ഞാൻ ഏറ്റവും ചെറിയ വിലയ്ക്ക് വാങ്ങിക്കുന്നത് ഏറ്റവും വലിയ വിലയ്ക്ക് വാങ്ങിക്കുന്നത് ഞാൻ ഒരുപോലെ തന്നെയാണ് കെയർ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ കെയർ ചെയ്ത് ഡബ്ബിങ് വഴിയാണെന്ന് പറഞ്ഞു. ബിനീഷ് കോടിയേരിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പെട്ടെന്ന് സഞ്ജുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്കും പെട്ടെന്ന് ഫീൽ ചെയ്തു, ശരിയാണ് ബിനീഷിന്റെ ഒരു ശബ്ദമായിട്ട് ഏകദേശം അല്ലേ? ഇല്ലല്ലോ, ശബ്ദം മാച്ചില്ല, ശബ്ദം മാച്ചില്ല, അണ്ട് വേറൊരു കൈൻഡ് ഓഫ് ശബ്ദമാണ്. അന്ന് തുടക്ക സിനിമയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സിനിമ വന്നതിന് ശേഷം ഞാൻ സിനിമയിൽ വരുന്നത് ഞാൻ ഡബിങ്ങിലാണ്. അപ്പോൾ ഒരു സിനിമയിൽ ഇങ്ങനെ അവർ കൽക്കട്ടയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ കുറേ കഥാപാത്രങ്ങളുണ്ട് ബംഗാളി സംസാരിക്കും. എനിക്ക് ബംഗാളി അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചതാണ്. പിന്നീട് അതിൻ്റെ അസോസിയേറ്റ് ആണ് എന്നെ നിക്കോ ഞാച്ചിയുടെ ഓഡീഷൻ കൊണ്ടുവന്നത്. ജിയോ ബേബി എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ജിയോ ബേബി എന്നെ നിക്കോ ഞാച്ചിയുടെ ഓഡീഷന് കൊണ്ടുവന്നത്. അതൊരു പ്രൈവറ്റ്, ഭയങ്കര ഒരുപാട് പേരെ വിളിച്ചിട്ടുള്ള ഓഡീഷൻ ആയിരുന്നില്ല, പ്രൈവറ്റ് ഒരു പരിപാടി ആയിരുന്നു. അപ്പോൾ വളരെ കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഓഡീഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് സിനിമ വരുന്നത്. പക്ഷെ അതിന് ശേഷവും എന്നെ ഡബ് ചെയ്യാൻ ഇതുപോലെ അറ്റ് അന്തേരി എന്ന് പറഞ്ഞ സിനിമ, ബിനീഷ് കൊടിയേരി, ശ്രീനേട്ടൻ, അതുൽ കുൽക്കർണി ഇവരൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അതർ ലാംഗ്വേജസിലുള്ള ചില ആക്ടേഴ്സിനോട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി, മീശ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. തമിഴിലെ കതിറിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു ആക്ടറാണ്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷത്തോളം സിനിമകളില്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സക്സസ് ആൻഡ് ഫെയിലർ, ഈ ഫേസ് എപ്പോഴും കാണും. സക്സസ് മാത്രമായിട്ട് ആർക്കും കാണില്ല, ഫെയിലർ മാത്രമായിട്ട് ആർക്കും കാണില്ല. ഈ സക്സസ് ആൻഡ് ഫെയിലർ എന്നുള്ള ഏറ്റവും വലിയൊരു ലേണിങ്സ് എന്താണ്? ഫെയിലറിൻ്റെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുക. നമ്മൾ സക്സസിൻ്റെ സമയത്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ സക്സസ് സമയത്ത് നമ്മൾ വല്ലാണ്ട് ചിലപ്പോൾ ക്യാരിഡ് അവേ ആവും. ആൾക്കാർ നമ്മളെ ചിലപ്പോൾ വല്ലാതെ നമ്മളെ പ്രൈസ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. അതെല്ലാം ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് സന്തോഷം, ആ ഒരു മൊമെൻ്റ് ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, പ്ലഷറുണ്ട്. അതെടുക്കുക, നമ്മൾ ബാക്കി അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക, നമുക്കൊരു റിമൈൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സംഭവമാണ്. ഇതല്ല ഇനി അടുത്ത പരിപാടികൾ നോക്കണം, അടുത്ത പരിപാടികൾ നല്ലത് ചെയ്യണം എന്നുള്ളത് നമ്മൾ റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഫെയിലിയേഴ്സ് നമ്മളെ വല്ലാതെ നമ്മളെ പഠിപ്പിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കൂടുതൽ നല്ല സിനിമകൾ കണ്ടത് എൻ്റെ ആ ഒരു സമയത്താണ്. കൂടുതൽ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിച്ച് ചിലപ്പോൾ ആ സമയത്താണ്. ഏറ്റവും കൂടുതൽ ഈ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ സമയത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഇപ്പം ചെറിയ ഡൂഡ്ലിങ് അങ്ങനത്തെ അതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ആ സമയത്താണ്. അപ്പോൾ എനിക്ക് ആ സമയത്തിന് എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് ആ സമയത്ത് റിഗ്രറ്റ്സ് ഇല്ല. നഷ്ടപ്പെട്ടത് ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ എടുക്കുന്ന എഫേർട്ട് ഉണ്ടായാൽ മതി. ആ നഷ്ടപ്പെട്ടത്, അപ്പോൾ എനിക്ക് ആ നഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് ചെയ്യേണ്ട ചില സിനിമകൾ, ഇപ്പം 4.5 സംഘം പോലെ പല ഫേസിലൂടെ പോകുന്ന കഥാപാത്രം, അതെന്നും എനിക്കൊരു ഒരു ഭയങ്കര കൊതിയാണ്. അപ്പോൾ പല ഏജുകൾ പ്ലേ ചെയ്യുക, പല ഫിസിക്കൽ അവസ്ഥയിൽ ചെയ്യുക, പല ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു സ്പീഡുണ്ട്, നമ്മളുടെ ഒരു നടത്തത്തിൻ്റെ സ്പീഡുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഓടുന്നതിൻ്റെ സ്പീഡുണ്ട്. അതുപോലും ഓരോ ഏജിലും വേറെ ആയിരിക്കും. അത് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പം കുറച്ച് യങ് ആകുമ്പോൾ നമ്മൾ പടികൾ സ്കിപ്പ് ചെയ്തായിരിക്കും കയറുന്നത്. നമ്മൾ ഒരു പടി വെച്ചിട്ട് കയറില്ല. നമ്മൾ 2 പടി 3 പടി ചാടി കയറി പോകുന്ന സമയം അതൊരു ഏജാണ്. 2 പടി പോകുന്നത് ഒരു ഏജാണ്. ഒരു പടിയായിട്ട് കയറി പോകുന്ന ഒരു ഏജാണ്. ഓരോ പടിയും മെല്ലെ കയറി പോകുന്ന ഒരു ഏജാണ്. ഇതെല്ലാം ചെയ്യാൻ പറ്റണം. 4 ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്നെങ്കിൽ അപ്പോൾ ഞാൻ ഇപ്പോഴും ഇടയ്ക്കൊന്ന് ഇപ്പം സ്കിപ്പ് ചെയ്ത് മറ്റേ കുറച്ച് ഓവർ എക്സേർട്ട് ചെയ്തൊക്കെ ചെയ്യണം. അതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഭയങ്കര രസകരമാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും എനിക്കത് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഫെയിലിയേഴ്സ് തന്നെ ഒരുപാട്. പിന്നെ ആ സമയത്താണ് ഞാൻ വീട്ടിൽ എൻ്റെ മകൻ ഉണ്ടായ സമയം, മക്കളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു ലാഭമായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും മോശം സമയങ്ങൾ തീർത്തു. എൻ്റെ മോശം സമയങ്ങൾ ഞാൻ എൻ്റെ മോനോട് സ്പെൻഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോശം സമയങ്ങളൊക്കെ ഒരുമാതിരി കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ ഇനി അങ്ങോട്ട് നല്ല സമയങ്ങൾ വരും, നല്ല സമയങ്ങൾ വരും, നല്ല വർക്ക് വരും, നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഭയങ്കര റിഗ്രറ്റ്സ് ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇനി 4.5 അടുത്ത സീസണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം കൃഷാന്തിനോടൊപ്പം അങ്ങനെ വർക്ക് ചെയ്യാനും അങ്ങനെ അരിക്കുട്ടൻ്റെ റിവെഞ്ചിൻ്റെ അടുത്ത ഘട്ടം 1000 ബേബീസിൻ്റെ അടുത്ത സീസണൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പം അത് രണ്ടും ഭയങ്കര രസമുള്ളൊരു. പക്ഷേ
ആള് തട്ടിപ്പോയല്ലോ. ഒന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഞാൻ തട്ടിപ്പോയി ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് എന്തുണ്ടല്ലേ? എന്നെ തട്ടിപ്പോന്ന് വെച്ചാൽ അപ്പം അത് ആക്ച്വലി അങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് ഈ നെഞ്ചിൽ വെടിയുണ്ട കൊണ്ട് അയാൾ വീടുന്നതായിട്ടായിരുന്നു. അതായത് നജീബ് ഉദ്ദേശിച്ച ആർട്ട് എനിക്കതിൽ ഒട്ടും യോജിപ്പില്ല. ഞാനപ്പോൾ അവിടെ നമുക്ക് ഇത് ബുള്ളറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി അത് വെക്കാൻ വേണ്ടിയിട്ടും വരും. വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനത് കുറച്ചുകൂടി മുകളിൽ പറഞ്ഞ് ഞാൻ ഏകദേശം ഒരു കോളർ ബോണ്ട് എടുത്തുകൊണ്ട് വെപ്പിച്ചു. എന്നിട്ട് നജീബ് അപ്പം നജീബിക്കോട് പറയണം വേണമല്ലോ. നജീബ് ഓക്കെ അല്ല ഓക്കെ അല്ല ആ ഓക്കേടാ ഓക്കെ ഓക്കെ. ഏതായാലും സഞ്ജു നമുക്ക് ഇനിയും ഖലീഫയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഖലീഫയ്ക്ക് വേണ്ടി ഭയങ്കര ഒരുപാട് എഫേർട്ട് നടന്നിട്ടുള്ള ഒരു സിനിമയാണത്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരുപാട് സമയം ഒരുപാട് ഡ്യൂറേഷനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്ത ഞാൻ 5-6 മാസത്തോളം അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അതെനിക്ക് തോന്നുന്നു വൈശാഖേട്ടൻ്റെ അതിൻ്റെ ഒരു എഫേർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ആദ്യ സിനിമ പോലെയാണ് അദ്ദേഹം ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത്രയും ഇൻറ്റൻസിറ്റിയും അത്രയും എനർജിയോട് കൂടി അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര നമുക്ക് ഇത്രയും സിനിമകൾ ചെയ്ത ആളാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ആദ്യത്തെ സിനിമ പോലെ ഭയങ്കര ഫോക്കസ്ഡായിട്ടും ഭയങ്കര ഓടിച്ചാടി ഈ ക്ഷീണം എല്ലാം അവഗണിച്ച് അപ്പം അങ്ങനെ. അതുപോലെ തന്നെ രാജുവേട്ടനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ജിനുചേട്ടനാണ്. അപ്പോൾ ആ കാണിച്ച ധൈര്യം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെല്ലാം തുടങ്ങാൻ പറ്റിയ പടമാണ് എന്തായാലും ഇത്രയും വലുപ്പത്തിലുള്ളൊരു പരിപാടി. അപ്പം അത് ധൈര്യം വെറുതെ ആയിരിക്കില്ലല്ലോ, അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അത് ഭയങ്കര രസകരമായിരിക്കും ഓണത്തിന്. ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു, സഞ്ജു നായകൻ, പ്രൊഡ്യൂസർ പൃഥ്വിരാജ്, സംവിധായകൻ പ്രശാന്ത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അത് അങ്ങനെ ഒരു സ്റ്റോറി കൃഷാന്ത് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഇന്നലെ ഞാൻ കൃഷാന്ത് നമ്മളിങ്ങനെ ഇരുന്ന സമയത്ത് അതിൻ്റെ ഒരു പോസ്റ്റ് തന്നെ എനിക്കൊന്ന് സുധീകോപ്പയാണ് കാണിച്ചെന്ന്. എന്നിട്ട് പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എന്നൊക്കെ. അതിന് താഴെ ഞാൻ സ്ക്രിപ്റ്റൊന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാൻ ഇത് ഞാൻ കണ്ടില്ല, ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ കണ്ടതിലൊക്കെ. പക്ഷേ അത് അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞത് കൃഷാന്ത് ഒരു സ്റ്റോറി പറഞ്ഞാണ്. കൃഷാന്ത് അദ്ദേഹത്തോട് പറഞ്ഞ് അതിൻ്റെ എഴുത്തും ഒരു ഘട്ടം വരെ അത് കഴിഞ്ഞാണ്. ലീഡ് ഞാനും വേറെയും ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അതിൽ അദ്ദേഹത്തിനോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കൃഷാന്തിൻ്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാം എന്നുള്ള താല്പര്യം. അങ്ങനെ ഒരു കഥ പറഞ്ഞപ്പം ഈ കഥ അദ്ദേഹത്തിന് വർക്കാവുകയും, അപ്പോൾ അങ്ങനെയാണ് പുള്ളി ആക്ച്വലി ആ സമയത്താണ് ഈ 4.5 സംഘത്തിൻ്റെ റഷസ് ഒക്കെ കാണുന്നത് ഒക്കെ. അപ്പോഴാണ് പുള്ളിക്കത് വർക്കായതും. അതിനുശേഷമാണ് 4.5 സംഘം കണ്ടിട്ടാണ് അദ്ദേഹം ഖലീഫയ്ക്ക് റെഫർ ചെയ്തത്. അതെ അതെ അതെ, അങ്ങനെ ഒരു സബ്ജക്റ്റ് അങ്ങനെ ഒരു പ്ലാനിങ്ങിലുണ്ട്. അത് അങ്ങനെ ആയിട്ടൊന്നുമില്ല, അതിൻ്റെ ഒരു പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ഹൊറർ കോമഡി? അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഇപ്പൊ പറയാറായിട്ട്? ഇല്ല അങ്ങനൊന്നും പറയാറൊന്നുമായിട്ടില്ല. അത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കഥയാണ്. ഭയങ്കര ഒരുപാട് ഫണ്ണുള്ള അങ്ങനെ ഒരു സ്റ്റോറിയാണ് അത്. കാടും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് രസമുള്ളൊരു സ്റ്റോറിയാണ്. അത് ഒന്നും ആയിട്ടില്ല. അതിനെപ്പറ്റി ഇങ്ങനെ നടക്കുന്നതേ. യെസ് യെസ്, അതിങ്ങനെ പിന്നെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ വരുമല്ലോ. അതങ്ങനെ വരുന്നത്. താങ്ക് യു.